അനീഷ് ക്യാമറയെ നോക്കി എന്തോ പറയാനായിട്ട് വന്ന് നിന്നതായിരുന്നു. അപ്പോൾ ഷാനവാസും ജിഷിനും പുറകെ വന്ന്. അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് പോയേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ക്യാമറയിൽ നോക്കി ഞാൻ പറയാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇങ്ങനെ നിൽക്കാതെ എനിക്കൊരു കാര്യം പറയണം, അത്യാവശ്യമാണ്. ഷാനവാസ് ഇവിടുന്ന് പോയെന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പോകാൻ കൂട്ടാക്കുന്നില്ല. അപ്പം അനീഷിന് ദേഷ്യം വന്നിട്ട് സംസാരിക്കുകയാണ് അവിടെ. ഷാനവാസ്, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, പൊക്കോ ഇവിടുന്ന്, ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറരുത് എന്ന് പറയുമ്പോഴും ഷാനവാസ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട് പോയില്ല, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് കേൾക്കേണ്ടുന്ന ഒരു വിഷയമല്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. ഒരു ഡയറക്ടറുമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ആ ജിത്തു ജോസഫ് വന്നപ്പോൾ ഉള്ള ഒരു വിഷയം സംസാരിക്കാനായിട്ട് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നത്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത്? എന്ത് ഇൻറ്റൻഷനാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ളത്? അതെന്താണ്? പിന്നെ നിങ്ങൾ ഇതുപോലുള്ള ചാൻസുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വലിയ വിലയായിട്ട് നിങ്ങൾ കാണുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം വേണം, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ഷാനവാസ്, എടാ കള്ള, നീ ആ കോയിൻ്റെ കാര്യമല്ലേടാ പറയുന്നത്? ഞാൻ നിന്നോട് ഡീൽ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് എന്തോ വേണ്ടത് എന്ന് ചോദിച്ച് ഷാനവാസ് സംസാരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയണം, ഞാൻ അതല്ല സംസാരിക്കുന്നത് ഷാനവാസേ. ഷാനവാസിന് എന്താ പറഞ്ഞാൽ മനസ്സിലാത്തില്ല. ഒരാളുടെ സ്പേസിൽ എന്തിനാണ് കയറുന്നത്? അയാളുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരെ വന്നിട്ട് സംസാരിക്കാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോകുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് വീണ്ടും ചോദിക്കുകയാണ്. ഇത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എന്തിനാണ് എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നത്? ഞാൻ എങ്ങനെ ഇത് പറയാൻ പറ്റുന്നത്? എനിക്ക് പറയാൻ പറ്റുമോ ഇത്? നിങ്ങൾ ബാക്കിൽ വന്ന് നിന്നാൽ? അനീഷ് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ഇത്രയും വലിയ ഒരു ഡയറക്ടർ എടുത്ത് കഥ പറഞ്ഞിട്ട് കിട്ടിയതാണ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ തമാശിച്ച് നിൽക്കാനുള്ളതല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, എനിക്കൊന്ന് സംസാരിക്കണം, നിങ്ങളൊന്ന് പോകൂ. ഷാനവാസ് പറയുന്നുണ്ട്, കഥ പറഞ്ഞതും ജിത്തു ജോസഫ് വന്നതും ഒന്നും ഇവിടെ ഇനി പറയണ്ട. നിന്നെ ആ ചോക്ലേറ്റ് കിട്ടിയ കാര്യം മാത്രം പറയാനായിട്ടല്ലേ ഇവിടെ വന്നേ കള്ള എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് സംസാരിക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു ഡയറക്ടറോട് കഥ പറയാൻ കിട്ടിയ ഒരു ചാൻസും അതിൽ നിന്ന് കിട്ടിയതുമാണ്. നിങ്ങൾക്കിത് റെസ്പെക്റ്റ് ഇല്ലായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാനിതിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വിലയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ മാതിരി കാണിക്കുന്നത്. എനിക്ക് പറയാനുള്ള സ്പേസ് പോലും തരാത്ത അതുകൊണ്ടാണ്. അത് നീ അങ്ങനെ പറയാൻ കാര്യം എന്തുവാന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അനീഷിനോട്. അത് വേറെ മാറ്ററാണ്, ഇത് വേറെ മാറ്ററാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അവസാനം ഷാനവാസ് കേൾക്കുന്നില്ലെന്ന് കണ്ടപ്പം ലക്ഷ്മി കിച്ചണിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് ചെയ്യുന്നത്? നിങ്ങൾ അവിടെ നിന്ന് നാറുന്ന എന്തിനാ? ഒന്നാമത് നിങ്ങളുടെ വില ഇവിടെ പോയി കിടക്കുകയാണ്, പിന്നെ അവിടെ നിന്ന് നാറേണ്ടുന്ന കാര്യം എന്തുണ്ട്? അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ നോക്കുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഒന്ന് പോയടി അവിടെ നിന്ന്, അവൾ വന്നേക്കുന്ന ഒരു ഹൈജീൻ ഉസ്താദെന്ന് ഷാനവാസ് തിരിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ സിനിമയിലും സീരിയലിലും ഒക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റേതും അഹങ്കാരം മാത്രം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് പോവുകയാണ്.